എല്ലാവർക്കും അഫ്ഷാക്സ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ഈസി ചിക്കൻ കറിയാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനൊക്കെ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈസി ചിക്കൻ കറി ആയതുകൊണ്ട് ഞാനൊരു കുക്കറിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു കുക്കർ എടുക്കാം. കുക്കറിലോട്ട് ചിക്കൻ 3/4 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിട്ട് കൊടുക്കുക. പിന്നെ മസാലപ്പൊടികളെല്ലാമാണ് ചേർക്കേണ്ടത്. മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കുറച്ച് മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ വെച്ചാൽ നല്ലതായിരിക്കും. നമുക്കൊരു അരമണിക്കൂർ വെക്കാം. ചിക്കൻ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് സവാള 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, ഇഞ്ചി ഒരു വലിയ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, 5 പച്ചമുളക് നെടുകെ ചതച്ചത്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇടേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഇട്ടാലാണ് ചിക്കൻ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണയും ഒരു ചെറുനാരങ്ങയുടെ പകുതിയും. പിന്നെ നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങാം. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യുക. ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഒരു വിസിലും കൂടെ വന്നിട്ട് ഓഫ് ചെയ്ത് വെക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു വിസിലും കൂടെ വരട്ടെ. രണ്ടാമത്തെ വിസിലും വന്നിട്ടുണ്ട്. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാനാണ്. ഇത് ഫുള്ളായിട്ട് പ്രഷർ പോയതിന് ശേഷം, എയർ പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്താൽ പാടുള്ളൂ. പ്രഷർ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓപ്പൺ ചെയ്യാം. ഇനി ഇതൊന്നും കൂടെ, ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമുണ്ട്, അത് പറ്റിച്ചെടുക്കണം. അപ്പോൾ ഒന്നും കൂടെ ഫ്ലെയിം ഓൺ ചെയ്യാം.
ഇതിൻ്റെ ചാറൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി ഇടേണ്ടത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇട്ടെടുക്കാം. പിന്നെ ലാസ്റ്റ് കുറച്ച് കുരുമുളക് ചതച്ചതാണ്, പൊടിച്ചതല്ല ചതച്ചതാണ്. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുക്കറിൻ്റെ മൂടി ഒന്നും കൂടി അടച്ചിട്ട് ഒരു വിസിലാവുന്നത് വരെ കുക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഒരു വിസിൽ വന്നിട്ടുണ്ട്, ഓഫ് ചെയ്തു. ഇനി നല്ലോണം ആവി പോയതിന് ശേഷം മാത്രം തുറക്കുക. കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും സാധിക്കും. അപ്പം അതുകൊണ്ട് ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.